വികസനത്തിൽ നിന്ന് ആസാമിനെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയും അകറ്റി നിർത്തിയെന്ന പാപം കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തു. അതിന്റെ ഫലമായി തന്നെ രാജ്യത്തിന്റെ ഐക്യം, സുരക്ഷ, അഖണ്ഡത എന്നിവയുടെ കാര്യത്തിൽ രാജ്യത്തിന് നൽകേണ്ടി വന്ന വില വളരെ വലുതാണ്. കോൺഗ്രസിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിൽ നിന്ന് ആസാമിനെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും അകറ്റി നിർത്തിയെന്ന പാപം കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തു. അതിന്റെ ഫലമായി രാജ്യത്തിന്റെ ഐക്യം, സുരക്ഷ, അഖണ്ഡത എന്നിവയുടെ കാര്യത്തിൽ രാജ്യത്തിന് നൽകേണ്ടി വന്ന വില വളരെ വലുതാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പതിറ്റാണ്ടുകളോളം അക്രമം തഴിച്ചു വളർന്നു. വെറും 10-11 വർഷം കൊണ്ട് ഞങ്ങളത് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആസാമിന്റെ മുഖം മിനുക്കിക്കൊണ്ട് വമ്പൻ ഡീഡുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസാമിലെ ഗുവാഹത്തിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആസാമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുകൊണ്ട് എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് പോലും അദ്ദേഹം അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു. അനധികൃതമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ഏകദേശം 1000-ഓളം മദ്രസകൾ അവിടെ അടച്ചുപൂട്ടാൻ സർക്കാരിന് സാധിച്ചു. മാത്രമല്ല, നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കിക്കൊണ്ട് അവരെ വലിയ രീതിയിൽ അവിടെ നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചതെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചില ദേശദ്രോഹികൾ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആസാമിലെ ഗുവാഹട്ടിയിൽ നടന്ന റാലിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നുഴഞ്ഞുകയറ്റം തടയാനുള്ള കർശന നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. പതിറ്റാണ്ടുകളായി തന്നെ ആസാമിനെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തെറ്റുകൾ താൻ അവിടെ തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വികസനത്തിൽ നിന്ന് ആസാമിനെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും അകറ്റി നിർത്തിയെന്ന പാപം കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തിരുന്നു. അതിന്റെ ഫലമായി രാജ്യത്തിന്റെ ഐക്യം, സുരക്ഷ, അഖണ്ഡത എന്നിവയെല്ലാം തന്നെ അക്കാര്യത്തിൽ രാജ്യത്തിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പതിറ്റാണ്ടുകളോളം തന്നെ ആക്രമണം തഴച്ചു വളർന്നു. വെറും 10-11 വർഷം കൊണ്ട് തങ്ങൾ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി തന്റെ റാലിയെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാലത്ത് അക്രമ ബാധിതമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന വടക്ക് കിഴക്കൻ മേഖലയിലെ ജില്ല ഇന്ന് അവിടെ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഗുവാഹത്തിയിലുള്ള ലോകപ്രിയ ഗോപിനാഥ് ബർദേലി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 1.31 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷി ഉള്ളതാണ് പുതുതായി തന്നെ ഉദ്ഘാടനം ചെയ്ത ടെർമിനൽ 2. ഏകദേശം 4000 കോടി രൂപ ചിലവിട്ടുകൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിന്നും മമതയെ ഭരണത്തിന് പുറത്തു കളയുമെന്ന് മോദി ബംഗാളിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ നടത്തിയതുപോലെ തന്നെ ബംഗാളിലും വലിയൊരു ശുദ്ധീകലശം ആവശ്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. SARനെ എതിർക്കുന്ന നടപടി അവിടെ മമത നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ കാണുന്ന വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാകട്ടെ ആസാമിലും അതേപോലെ തന്നെ ബംഗാളിലും അവിടെ വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും അവിടെ വലിയ രീതിയിൽ വികസന പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ്. അതിന്റെ ഫലമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.